കർണാടകയിൽ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ സിദ്ധരാമയ്യ എന്ന ഡൽഹിയിൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയെയും കാണും. രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന നിലപാടെടുത്ത സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധി മകനെ മന്ത്രിയാക്കണം എന്നുള്ളതാണ്. കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിൽ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഏതായാലും മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നു. അതൊരു വശത്തിരിക്കട്ടെ. പക്ഷെ എപ്പോഴും രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കണം സിദ്ധരാമയ്യ എന്നൊക്കെയാണ് ഹൈക്കമാൻഡ് തീരുമാനം. പക്ഷേ അതിനില്ല, താൻ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊള്ളാം എന്നുള്ളൊരു നിലപാടിലാണല്ലോ സിദ്ധരാമയ്യുള്ളത്. അതിനോട് ഹൈക്കമാൻഡ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കുമോ സാധ്യത? ഇന്നത്തെ ചർച്ചകളൊക്കെ ഏത് രീതിയിലായിരിക്കും? ഈ വിഷയത്തിൽ പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിൽ ഉള്ള വെല്ലുവിളി കർണാടകയിൽ 2 വർഷത്തിനകം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ സിദ്ധരാമയ്യ, ഡി.കെ. ശിവകുമാർ എന്നിവരെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഈ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഹൈക്കമാൻഡ് നേരിട്ടിരുന്നത്. നിലവിൽ ഇപ്പോൾ അധികാര കൈമാറ്റം നടന്നിരിക്കുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സൗഹാർദ്ദപരമായാണ് എങ്കിൽ പോലും സിദ്ധരാമയ്യ ഇതുവരെയും തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പോലും അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കട്ടെ എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഡി.കെ. ശിവകുമാറിന്റെ പേര് പറയാൻ പോലും സിദ്ധരാമയ്യ തയ്യാറായിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന മാരത്തോൺ ചർച്ചകളിൽ രാജ്യസഭാ സീറ്റ് നൽകി ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന ഉചിതമായ ഒരു പദവി നൽകാം എന്നുള്ള ഹൈക്കമാൻഡിന്റെ വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നാൽ സിദ്ധരാമയ്യ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അത് വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മറിച്ച് കർണാടക രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി തുടരും എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് നേതൃത്വത്തെ. അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഡൽഹിയിൽ അദ്ദേഹത്തിന് ഉചിതമായ ഏത് പദവി എന്നുള്ള ചോദ്യമാണ്. നിലവിൽ അത്തരത്തിൽ ഒരു പദവി അദ്ദേഹം മുന്നിൽ കാണുന്നില്ല. അത് ഒരു കാരണമാണ്. ഒപ്പം തന്നെ കർണാടകയിലെ തനിക്കുള്ള സ്വാധീനം അത് നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഇന്നത്തെ യാത്ര, ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കാണുമ്പോൾ അതിന് മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. തന്നോടടുപ്പമുള്ള നേതാക്കൾ അവർക്ക് ഉചിതമായ പദവികൾ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അത് തൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കി അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമാനമായി തന്നെ പിന്തുണച്ച മന്ത്രിസഭയിൽ നിന്നുള്ള അംഗങ്ങളെ അവർക്ക് ഉചിതമായ വകുപ്പുകൾ, പ്രധാന വകുപ്പുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിന് ഉണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തന്നെയായിരിക്കും ചർച്ച. എന്നാൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവരിക എന്ന ആവശ്യം അത് വീണ്ടും ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ഉന്നയിക്കും. പരമാവധി സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകളിലും ഉണ്ടാകുക. അതിന് എത്രത്തോളം സിദ്ധരാമയ്യ വഴങ്ങും എന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമായി മാറുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.